സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആത്മാവേ പരന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ വൃത്തി ഇന്നു നീ നിറയ്ക്കണേ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ തൻ്റെ ദൗത്യം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ സുവിശേഷത്തിൽ കാണുക അതാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും പീഡാനുഭവവും ഉത്ഥാനവും പ്രവചനമായിട്ട്. ഒന്നാമത്തെ പ്രവചനം അത് മത്തായി 16:21 നമ്മുടെ ഇടയ്ക്ക് ചിന്തിച്ചു. പത്രോസ് തടസ്സം പറയുന്നതും മരിക്കാൻ പോവുകയാണെന്നൊക്കെ പറയും. പത്രോസ് തടസ്സം പറയുന്നത്, പത്രോസിനെ ശകാരിക്കുന്നത്, സാത്താനെ എൻ്റെ പിന്നിലേക്ക് പോവുക എന്ന് പറയുന്നതൊക്കെ ആയിട്ട് ആ മേഖല. ഇന്ന് രണ്ടാമത്തെ പ്രവചനമാണ് ഈശോ, മത്തായി 17. അതിനു മുമ്പായിട്ട് മൂന്നാമത്തെ പ്രവചനം മത്തായി 20 നമ്മൾ കാണുന്നുണ്ട്. യേശു മുൻകൂട്ടി പറയുകയാണ്. അതായത് മത്തായി 20:17 പീഡാനുഭവ ഉത്ഥാനവും മൂന്നാം പ്രവചനം എന്ന് പറയും. അവിടെയും വ്യക്തമായിട്ട് ഈശോ പറയുകയാണ്. യേശു തൻ്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളി ചെയ്തു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവന് ഉയർപ്പിക്കപ്പെടും. അത് മൂന്നാം പ്രവചനമാണ്. ഇന്നത്തെ രണ്ടാമത്തെ പ്രവചനവും ഇതുതന്നെയാണ്. മത്തായി 17:22 അവർ ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർ അവനെ വധിക്കും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായി തീർന്നു. അടുത്ത ഭാഗം ഇന്ന് വായനയുടെ ഭാഗമായിട്ട് അവിടെ പറയുന്ന ഇതാണ്. ഈശോ ചില ദൗത്യങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതായത് തൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകുന്നതിന് മുമ്പായി നമ്മൾ അറിയേണ്ട കാര്യം, നമുക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ഭൂമിയിൽ. അത് നമ്മൾ പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? ജീവിതത്തിൽ വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെട്ടുള്ളൂ. ആരോടൊക്കെയോ നമ്മൾ ഹൃദയത്തിൽ ക്ഷമിക്കാനുണ്ടെങ്കിൽ നമ്മുടെ മരണത്തിന് മുമ്പായിട്ട് നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ നിത്യനാശത്തിലേക്ക് പോകുമെന്ന് വളരെ വ്യക്തമായിട്ട് ഈശോ കാരാഗൃഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടും. അവർ നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കും. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുന്നവരെ നീ പുറത്തു വരികയില്ല എന്നൊക്കെ ഈശോ പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതയാത്രയിൽ പ്രത്യേകിച്ച് നമ്മൾ അറിയണം, ഇത്രയും നാളും നമ്മൾ നന്നായിട്ട് ജീവിച്ചു, വളരെ നന്നായിട്ട് വചനമൊക്കെ പഠിച്ച് ധ്യാനിച്ചു, വചനമൊക്കെ പ്രഘോഷിച്ചു. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് സാത്താൻ ചില കുരുക്കുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം വിജയമായി നന്നായി നമ്മൾ ദൈവത്തിനു വേണ്ടി സാക്ഷ്യം വഹിച്ചെന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ജീവിതത്തിൻ്റെതായ സായാഹ്നത്തിലേക്ക് നമ്മൾ അടുത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ വിജയിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ. അതായത് നമ്മുടെ ജീവിതത്തെ അവൻ കുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം നിത്യതയിലെത്താൻ നമ്മൾ എന്തുമാത്രം കർത്താവിന് വേണ്ടി ഓടി അധ്വാനിച്ചു. ഒരു കിരീടം നമുക്കായി കാത്തിരിപ്പുണ്ടെന്ന് പൗലോസിന്റെ ഭാഷയിൽ പറയുമ്പോൾ നമുക്ക് ആ കിരീടം ലഭിക്കാതിരിക്കാൻ സാത്താൻ എല്ലാ പ്രവൃത്തിയും ചെയ്യും. പ്രത്യേകിച്ചും നമ്മളുടെ ഉള്ളിൽ ഇന്ന് ആരോടൊക്കെയോ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവുമായി നമ്മുടെ കിരീടം സാത്താൻ തട്ടിത്തെറിപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട കിരീടം ഈശോ ഇന്ന് നമ്മോട് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കും. നമുക്ക് ചില ദൗത്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ, ചില കടമകളുണ്ട് നമ്മൾ ചെയ്തു തീർക്കാനായിട്ട്. അത് എപ്പോൾ, കാരണം നാളെ എന്ന് പറയാതെ എത്രയും വേഗം അത് ചെയ്തു തീർക്കാനായിട്ടാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ മത്തായി 17 വായന തുടരുകയാണ്. 24 അവർ കവർനാമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുത്ത് എന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? അവൻ പറഞ്ഞു, ഉവ്വ്. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, ശിമയോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത്? തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ? അന്യരിൽ നിന്ന്
എന്ന് പത്രോസ് മറുപടി പറഞ്ഞു. യേശു തുടർന്നു, അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ, എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. ഈ അവരെന്ന് പറയുന്നത്, കർത്താവ് പറയുന്നത് മനുഷ്യരെ കുറിച്ചല്ല, ദൈവത്തിനെതിരായി നിൽക്കുന്ന, അല്ലെ കർത്താവിൽ കുറ്റം ആരോപിക്കുന്ന സാത്താന്റെ ശക്തികൾക്കെതിരെയായിട്ടാണ്. അപ്പം ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കെതിരെ പോരാടുന്ന, നമ്മുടെ പോരാട്ടം മാംസരക്തങ്ങൾക്കെതിരായിട്ട്, പിന്നെയോ അന്ധകാര ആധിപത്യങ്ങൾക്കും തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ട് നമ്മൾ പടപെട്ടുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യസ് 6 പറഞ്ഞ ഒരു മേഖല നമുക്കറിയാം. ഈ ജോഷുവ കർത്താവിൻ്റെ സൈന്യാധിപനായ ദൈവജനത്തെ, ഇസ്രായേലിനെ മോശയുടെ കാലശേഷം മോശ പോലും കടക്കാൻ പറ്റാതെ കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് അവർക്ക് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് മുഴുവനും അവരെ യുദ്ധത്തിൽ വിജയം വരിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ അവർക്ക് വീതം വെച്ച് കൊടുക്കുക. 12 ഗോത്രങ്ങൾക്കായിട്ട് വീതം വെച്ച് കൊടുത്ത ജോഷുവ. ഈ ജോഷുവയെ കുറിച്ച് പറയുന്നത്, ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രത്തെ ചൊല്ലി സാത്താൻ തർക്കിച്ചു എന്നാണ്. ഇത്രമാത്രം ദൈവ നീതി അനുസരിച്ച് പ്രവർത്തിച്ച, മോശയ്ക്ക് പോലും പ്രവേശിക്കാൻ പറ്റാതെ കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ച ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രം, ആത്മീയമായിട്ട് ജോഷുവയുടെ ചില കുറ്റങ്ങളൊക്കെ സാത്താൻ ദൈവസന്നിധിയിൽ ജോഷുവയ്ക്ക് എതിരായിട്ട് വാദിക്കുകയാണ്. മോശയുടെ ആത്മാവിനില്ല, മോശയുടെ ശരീരത്തെ ചൊല്ലി സാത്താൻ തർക്കിച്ചപ്പോൾ മിഖായേൽ മാലാക ഒന്നും പറഞ്ഞു, ദൈവം നിന്നെ ബത്സിക്കട്ടെ എന്നേ പറഞ്ഞോളും. ഇതൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. അപ്പൊ നമ്മളുടെ ഓരോ പ്രവൃത്തിയും വെച്ചുകൊണ്ട് സാത്താൻ വിലപേശും. നമ്മൾ നരകത്തിന് അർഹരാണെന്ന് വിലപേശുന്ന മേഖലകളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് സാത്താന്റെ കെണിയിൽ നിൽക്കുകയായിരിക്കാം. നമ്മളതിൽ നിന്ന് പുറത്തു വരണം. ഈശോ എന്ന് പറഞ്ഞത് വലിയ കാര്യമൊന്നുമല്ല. ഈശോ പറഞ്ഞതാണ് നികുതി കൊടുക്കാനുള്ളത്. ആർക്കും എൻ്റെ മേൽ, അല്ലെങ്കിൽ ഞാൻ മരിച്ച് കല്ലറയിൽ അടക്കപ്പെടും, പക്ഷേ ഞാൻ അവിടുന്ന് സ്വന്തം ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ എന്നെ ബന്ധിക്കാനായി സാത്താൻ ഒരു ആയുധവും ഞാൻ കൊടുക്കുകയില്ല. അതുകൊണ്ട് എല്ലാ കടമകളും കർത്തവ്യങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ കടന്നു പോകാൻ പോകുന്നുവെന്ന് ഈശോ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. അല്ലേ, നമ്മളുടെ ജീവിതങ്ങളിൽ, നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ, നമ്മളായിരിക്കുന്ന സമൂഹത്തിലെ, ദേശത്തൊക്കെ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഇത് ജെറമിയ 29:7 നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വചനമുണ്ടല്ലോ, നമ്മളെ അയച്ചിരിക്കുന്ന അടിമകളെ പോലെ. നമ്മൾ അടിമകളെ പോലെയാണ് ചില ദേശങ്ങളിൽ. നമ്മളെ അടിമകളായി അയച്ചിരിക്കുന്ന ദേശങ്ങളുടെ സുസ്ഥിതിക്ക് വേണ്ടി നിങ്ങൾ യത്നിക്കണം. അവയ്ക്ക് വേണ്ടി കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളുടെ നന്മ നിങ്ങളായിരിക്കുന്ന ദേശത്തിൻ്റെ നന്മയെ ആശ്രയിച്ചാണ് ഇരിക്കുക എന്ന് പറയുമ്പോൾ, നമ്മളല്ല, നമ്മൾ വരും തലമുറ, നമ്മളെ മക്കളും മക്കളുടെ മക്കളും വരും തലമുറ ജീവിക്കേണ്ട ദേശത്താണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത്. നമുക്ക് ഇന്ന് വിശ്വാസമുണ്ട്, നമുക്ക് ദേവാലയങ്ങളുണ്ട്, നമുക്ക് ശുദ്ധ ബലി അർപ്പിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശു പറഞ്ഞൊരു മേഖലയും കൂടെ കൂട്ടി കണക്ക് കൂട്ടുമ്പോൾ, ഈ കണക്കിന് പോയാൽ നമ്മുടെ വരും തലമുറകൾക്ക് വിശ്വാസം നിലനിർത്താനാവുമോ? നമുക്ക് ചില കടമകളുണ്ട് അതിനകത്ത് പ്രിയമുള്ളവരെ. നിങ്ങളുടെ ദേശത്തിൻ്റെ നന്മയ്ക്കായി നിങ്ങൾ യത്നിക്കൂനെന്ന് പറഞ്ഞു. അതായത് ഈശോ ഈ ഭൂമിയിൽ അന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തൻ്റെ കടമ പൂർത്തിയാക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും എളിമയുള്ളവനായി ദരിദ്രനായിട്ട് ജനിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഒന്നും അവകാശപ്പെടുത്താതെ അവൻ ഈ ലോകത്തിൻ്റെതല്ല എന്നും നിത്യതയുടേതാണെന്നും തെളിയിച്ചുകൊണ്ടാണ് യേശു ഈ ലോകത്തിലൊരു ബാധ്യതയില്ലാതെയാണ്. നമുക്ക് അവനൊരു ബാധ്യതയല്ല. അവൻ ഈ ഭൂമിയിലൊരു ബാധ്യതയില്ലാതെ കടന്നുപോയവനാണ്. ഇന്ന് ജെറമിയ പറഞ്ഞ ആ ഒരു മേഖല, നമ്മളെ അയച്ചിരിക്കുന്ന ദേശത്തിന് വേണ്ടി നമ്മൾ യത്നിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ, ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഒരിക്കലും ചിന്തിക്കാത്തത്, ഭയവകുലതയായിട്ടാണ് നമ്മൾ ലോകം ഉറ്റുനോക്കിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ നടന്ന കാര്യം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കറിയാം, വിശ്വാസം ടോട്ടലി തള്ളിക്കളഞ്ഞുകൊണ്ട്, യേശുവിനെ താറടിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഒരു മുൻകൂട്ടി പ്രവചനം പോലെയാണ് അവിടെ പല പ്രഖ്യാപനങ്ങളും നടന്നത്, പല കാര്യങ്ങളും നടന്നത്.
നമ്മൾ ചിന്തിക്കാനും ശ്രദ്ധിക്കാനുള്ള കാര്യം. നമ്മളായിരിക്കുന്ന ദേശങ്ങളിൽ അടക്കം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്കറിയാം, സാത്താൻ എതിർക്കുന്നത് ക്രിസ്തുവിനെ മാത്രമാണ്, യേശു ക്രിസ്തുവിനെ മാത്രം. കാരണം യേശുവാണ് സാത്താനെ പരാജയപ്പെടുത്തിയത്. യേശുവാണ് ദൈവരാജ്യം മനുഷ്യഹൃദയങ്ങളെ നിത്യത മനുഷ്യൻ നേടിക്കൊടുക്കുവാനായിട്ട് യേശുവാണ്, അല്ലെ, മറ്റു ഒരുവൻ രക്ഷയില്ല എന്നൊക്കെ ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ച ഒരു മേഖല. അപ്പൊ യേശു നാമം ഇല്ലാതാക്കുക, നമ്മുടെ മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും ഇല്ലാതാക്കുക എന്നുള്ളത് സാത്താന്റെ അജണ്ടയാണ്. അതിനുവേണ്ടി അവൻ എല്ലാ ഏത് രാജ്യവുമായിക്കൊള്ളട്ടെ, നമ്മൾ ഇംഗ്ലണ്ടിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും നമ്മൾ നേരിട്ട് കാണുകയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ആ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി യത്നിക്കണം. ചില പ്രവൃത്തികൾ പ്രത്യേകിച്ച് ഞാൻ പറയും, നമുക്ക് ഇത് വോട്ടധികാരം അത് ഉപയോഗിക്കണം. ശരിക്കും ഞാനത് പറയാൻ കാര്യം രാഷ്ട്രീയം പറയല്ല, കാരണം ഈ വചനപ്രകാരമാണ്. ആ ദേശത്ത് നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ യത്നിക്കണം. രണ്ടാമത്തെയാണ്, നിങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. എന്താ പറയുക, നിങ്ങളുടെ നന്മ, നിങ്ങളുടെ വരും തലമുറകളുടെ നന്മ ഈ ദേശത്തിന് നന്മയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ അമേരിക്കയിൽ ഓർക്കാറുണ്ട്, ഇതുപോലൊരു ദേശം, ദൈവത്തെ ഉയർത്തിയ ഒരു ദേശം, അതെ, ദൈവം ഉയർത്തിയ ദേശമാണ്. ഇവിടുത്തെ കറൻസിയിൽ പോലും ഇൻ ഗാഡ് വി ട്രസ്റ്റ് എന്ന് എഴുതിയ ദേശം. ഇന്ന് നമ്മൾ നോക്കിക്കുക എന്താ നടക്കുന്നത് ഈ ദേശത്ത്. ഇത് മനുഷ്യരല്ല, ഞാനൊരു മനുഷ്യനെയോ രാഷ്ട്രീയ പാർട്ടിയോ നോക്കി പറയല്ല, ഇത് സാത്താന്റെ പ്രവൃത്തിയെ നോക്കിക്കൊണ്ട് നമ്മൾ എല്ലാ ദേശത്തും, പ്രത്യേകിച്ച് അമേരിക്കയിലായിരിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യം, നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കും ദേശത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ അപഗ്രഥിക്കുക, ചിന്തിക്കുക, പറയുക, പ്രവർത്തിക്കുക. പ്രിയമുള്ളവരെ, ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ ദേശത്ത് ഇന്ന്, അതായത് ഇന്ന് നമ്മൾ പണ്ടൊക്കെ ചിന്തിക്കുന്നതിന് അബോർഷൻ, അല്ലേ, ഗർഭചിത്രം, കുഞ്ഞുങ്ങളെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലുക എന്നോർത്ത് വയ്ക്കണം. ഒരു കൊച്ചു കുഞ്ഞിനെ ജീവനോടെ ഭൂമിയിൽ ആരെങ്കിലും കൊന്നാൽ എന്തൊരു ബഹളമാണ്. അമേരിക്കയിലെ ചില കാര്യങ്ങളൊക്കെ ചിലരൊക്കെ പറയുന്നത്, കുഞ്ഞ് ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിനെ അബോർട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല എന്നാണ്. 9 മാസം പ്രായമായ അമ്മയുടെ ഉദരത്തിലുള്ള ഒരു കുഞ്ഞിനെ വധിച്ചാൽ അതിന് കുഴപ്പമില്ല. ഇതാരാണ് പറയുന്നത്? മത്തായി 2 നമ്മൾ കാണുന്നുണ്ട്, ഈ യേശുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് ഹെരോദോസ് കൽപ്പിച്ചെന്താ, അവിടെയുള്ള 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുക എന്ന്. യേശുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ പറയും, ഈ ദേശത്ത്, അമേരിക്കയിലെ, ലോകത്തിലെ ഇന്ന് ഈ അബോർഷൻ വഴി യേശുവിനെ ഇല്ലാതാക്കാൻ സാത്താൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവരാജ്യം പ്രഘോഷിക്കാനുള്ളവരാണ്, നന്മ ചെയ്യാനുള്ളവരാണ്, ദേശത്ത് നന്മയുണ്ടാകുവാൻ പ്രവർത്തിക്കേണ്ടവരാണ്. അത് മുൻകൂട്ടി അറിയാവുന്ന സാത്താൻ മനുഷ്യരുടെ നിയമങ്ങളെ കൊണ്ട് ഒരു കുഴപ്പമില്ല, കുഞ്ഞുങ്ങളെ ഈസി അബോർട്ട്. നമ്മുടെ ഇപ്പോഴത്തെ സൗകര്യം, ഇപ്പോഴത്തെ സന്തോഷം, അതാണ് പ്രധാനം. സ്ത്രീയുടെ ശരീരം, അവക്ക് കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കണം, വേണ്ടത് തീരുമാനിക്കാനുള്ള അവകാശം അവക്കാന്നുള്ളൊരു വാദത്തും പറഞ്ഞുകൊണ്ട് മനുഷ്യന് ജീവിക്കുവാനുള്ള, മനുഷ്യവംശത്തെ ഇല്ലാതാക്കാനുള്ള സാത്താന്റെ പ്രവൃത്തിയോട് അറിയാതെ പങ്കുചേരുകയാണ്. നമ്മൾ കണ്ണു തുറക്കേണ്ട സമയമായിരിക്കുന്നു പ്രിയമുള്ളവരെ. ഓർത്തു നോക്കി, ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ ജനിച്ച് നമ്മളെപ്പോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, നന്മ ചെയ്യാൻ അവകാശമുള്ള കുഞ്ഞുങ്ങളെ അത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് വധിച്ചു കളയാണ്. എത്രയോ കോടാനുകോടി കുഞ്ഞുങ്ങളാണ് ലോകം മുഴുവൻ ഇങ്ങനെ വധിക്കപ്പെടുന്നത്. അത് വലിയൊരു അപകടം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം, സാത്താൻ ചെയ്യാണ്. ഇത് മനുഷ്യനൊന്നുമല്ല, രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല. നമ്മൾ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയെ പോലെ നമ്മൾ ഏത് ദൈവരാജ്യത്തെ അനുകൂലിക്കാത്തതെല്ലാം സാത്താന്റെ പാർട്ടിയാണ്, അല്ലെങ്കിൽ പ്രവൃത്തിയാണെന്ന് പറയും. നമ്മൾ അറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ മക്കളും വരും തലമുറയൊക്കെ ഈ ഭൂമിയിൽ പീഡിപ്പിക്കപ്പെടാൻ പോവുകയാണ്. നമ്മളിന്ന് സ്നേഹിക്കുന്ന, നമ്മൾ അധ്വാനിക്കുന്ന ഏത് മക്കൾക്ക് വേണ്ടിയാണോ, അവരുടെയൊക്കെ വരും തലമുറകളെ പീഡിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ദൈവം ഇല്ലാതാകാൻ പോവുകയാണ് ഈ ഭൂമിയിൽ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ ദേശത്ത് വർഷങ്ങളായി ഇവിടെ ജനിച്ചു വളരേണ്ട, നന്മയായിരിക്കേണ്ട കുഞ്ഞുങ്ങളെ വധിച്ചു കളഞ്ഞിട്ട് പുറമേ നിന്ന് ഇപ്പോൾ കലാപകാരികള്, അക്രമികള്, ടെററിസ്റ്റുകളൊക്കെ ഇങ്ങനെ രാജ്യത്തിന്റെ അതിർത്തി തുറന്നിട്ടുകൊണ്ട് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നടക്കുന്നത്? ഈ ദേശത്ത് ഇവിടെ ജനിച്ച കുഞ്ഞുങ്ങൾ, ഇവിടെ നന്മയായി തീരേണ്ടവർ, ഈ ദേശത്ത് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരെ വധിച്ചു കളഞ്ഞിട്ട് പുറമേ നിന്ന് വിപ്ലവകാരികളെയും മതവിദ്വേഷകരെയും ദൈവനിന്ദകരെയും ടെററിസ്റ്റുകളെയൊക്കെ സാത്താൻ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ തെക്ക് ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പറയും.
ആരാണിത് അറിയുന്നത്? ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വെറും നമ്മുടെ ഭൗതികമായ ഒന്നുകിൽ സാമ്പത്തിക നേട്ടം, ഇത് നമ്മൾ വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സുകളെ കണ്ണുകളെ അന്ധമാക്കി കളഞ്ഞിരിക്കുന്നു. നമ്മളറിയാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, സപ്പോർട്ട് ചെയ്യാണ്. നമ്മൾ കണ്ണു തുറക്കേണ്ട സമയമായിരിക്കും പ്രിയമുള്ളവരെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രവൃത്തിയിലൂടെ, പ്രാർത്ഥനയിലൂടെ ഒക്കെ നമ്മൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? പിശാചിനെയാണോ അതോ ദൈവത്തെയാണോ? ഇതൊരു മേഖലയാണ്. കാരണം നമ്മൾ ഈ യാക്കോബ് പറയുന്നുണ്ട്, യാക്കോബ് 4:17 ചെയ്യേണ്ടത് നന്മയാണെന്ന് അറിഞ്ഞിട്ടും, അതായത് ഈ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്, ദൈവം സൃഷ്ടിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് ജീവിക്കുവാൻ അവകാശമുണ്ട് നമുക്ക് അറിയാമായിട്ട് നമ്മൾ നിഷ്കരണം തള്ളിക്കളയാണ്. അത് അവർ വധിക്കപ്പെടട്ടെ എന്ന രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. എന്തു നോക്കണം? ചെയ്യേണ്ടത് നന്മയാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്നാണ് യാക്കോബ് പറഞ്ഞത്. നമ്മൾ ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടി വരുന്നൊരു മേഖലയാണ്. പിന്നീട് ഞാൻ ചിന്തിച്ചു, നമ്മൾ ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ എസ്തേറിൻ്റെ കാലത്ത് ഒരു സംഭവമുണ്ട്. അന്ന് യഹൂദരെ ഇല്ലാതാക്കാൻ വേണ്ടി അഹസ്വേരോസ് രാജാവ് എന്ന് പറയുന്ന രാജാവ് അന്ന് യഹൂദരെ വംശനാശം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ എന്താ സംഭവിച്ചത്? അപ്പോൾ എസ്തേർ രാജ്ഞി, പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച അവൾ രാജ്ഞിയായിട്ട് അവരോധിക്കപ്പെട്ടു. അപ്പോൾ മൊർദെഖായി അവളുടെ വളർത്തപ്പൻ അവളോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ എസ്തേർ 4:13 നീ രാജകൊട്ടാരത്തിൽ മറ്റു യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട. ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇത്തരമൊരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം? ഞാൻ പറയും, അമേരിക്കയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് വിശ്വാസമുണ്ടെങ്കിൽ, നമുക്ക് ദേവാലയമുണ്ട്, പ്രാർത്ഥനാനുഭവം ഉണ്ടെങ്കിൽ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ? ഈ ദേശത്ത് നന്മയാണെന്നറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടി അല്ലേ? ഓരോ ദേശത്തും ഞാൻ ഓർക്കാണ് പ്രിയമുള്ളവരെ, നമ്മൾ എവിടെയാണ് അവിടെ സാത്താൻ്റെ ഭരണം ലോകത്ത് നടക്കുമ്പോൾ അത് തിരിച്ചറിയാനും നന്മ പ്രവർത്തിക്കാൻ, ഞാൻ പറഞ്ഞു വേറെ ഉണ്ട്, മതത്തിൻ്റെ ഒന്നും നോക്കണ്ട, നന്മ പ്രവർത്തിക്കാൻ, വരും തലമുറ സമാധാനത്തിൽ ജീവിക്കുവാനുള്ള ഒരു സംവിധാനം ക്രമീകരിക്കപ്പെടാനായി ദൈവം ആഗ്രഹിക്കുന്നു. സാത്താൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനെ അതിജീവിക്കാൻ, അതിനെ നയിക്കാൻ നമുക്ക് ഈ ലോകത്തിൽ ഇപ്പോൾ രക്ഷയിടല്ല, കർത്താവിൻ്റെ വഴി ജീവിക്കേണ്ടത്. അത് പറയാൻ കാര്യം ഇന്നത്തെ വായനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒന്നാമത്തെ വായനയിൽ യേശുവിൻ്റെ മഹത്വപൂർണനായ എസെക്കിയേൽ പ്രവാചകൻ കണ്ടൊരു ദർശനമാണ്. എസെക്കിയേൽ 1 നമ്മൾ വായിക്കുന്നില്ല, അവിടെ ഇങ്ങനെ പറയാണ്, വിധാനത്തിന് 26 ഞാൻ അത്ര വായിക്കുന്നുള്ളൂ. വിധാനത്തിന് മീതെ ഇന്ദ്രനീല കല്ലുപോലൊരു സിംഹാസനത്തിൻ്റെ രൂപം ഉണ്ടായിരുന്നു. മനുഷ്യൻ്റേതുപോലെയുള്ള ഒരു രൂപം അതിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൻ്റെ അരക്കെട്ട് പോലെ തോന്നിച്ചിരുന്നതിൻ്റെ മുകൾ ഭാഗം തിളങ്ങുന്ന ഓടുപോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്ന പോലെയും കാണപ്പെട്ടു. താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു. അവന് ചുറ്റും പ്രകാശമുണ്ടായിരുന്നു. അതെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിലുള്ള ഒരു രൂപമാണ് ഈ എസെക്കിയേൽ കണ്ടത്. യേശു മഹത്വീകരിക്കപ്പെടാനായിട്ട്, അല്ലെ, കാൽവരി കുരിശിൽ മരിച്ച് തൻ്റെ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ പൂർണ്ണമായും നിറവേറ്റിയിട്ട് നിത്യതയിലേക്ക് മഹത്വപൂർണ്ണമായി പിതാവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് യേശു വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും നികുതി കൊടുക്കുന്ന കാര്യം, അല്ലേ? ഈ മഗ്ദലന മറിയം യേശു ഉത്ഥാനശേഷം യേശുവിനെ വന്ന് സ്നേഹത്തോടെ അവളുടെ ജീവിതത്തെ വിടുവിച്ച് അവളുടെ പൈശാചിക്യങ്ങളെ മോചിപ്പിച്ച യേശുവിനെ അവൾ കാണാനുള്ള ഭാഗ്യം അവൾക്ക് കിട്ടി. അവൾ ഓടി വന്ന് യേശുവിൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, അരുത്, എന്നെ തുടരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിലേക്ക് ഇതുവരെയും പ്രവേശിച്ചിട്ടില്ല. ഓർത്ത് നോക്കി, എത്രമാത്രം ഏതെല്ലാം മേഖലയിലാണ് തൻ്റെ ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ തൻ്റെ വിശുദ്ധി, തൻ്റെ ആ ദൗത്യം, തൻ്റെ കടമകൾ, ദൈവവചനം പാലിക്കേണ്ടതെന്ന് ഈശോ തിരിച്ചറിഞ്ഞിരുന്നു. നമ്മളും ഈ ഭൂമിയിൽ ഇന്ന് ജീവിക്കുമ്പോൾ നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ്. വളരെ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ, അതെ, അത് നമ്മുടെ ജീവിതത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഉത്തരിപ്പ് കടമെന്ന് നാം പറയല്ല. ചിലപ്പോൾ നമ്മുടെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ളത്, കർത്തവ്യങ്ങൾ, കടമകൾ,
അല്ലേ? ഞാൻ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഓർമ്മ എൻ്റെ വല്യമ്മ പറഞ്ഞൊരു കാര്യം, ഉത്തരിപ്പ് കടം. അത് പറയാറുണ്ടായിരുന്നു. അതൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു. കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ നിത്യതയിലേക്ക് അതുപോലും കടബാധ്യതയായിട്ട് നിത്യതയിൽ പ്രവേശിക്കാൻ തടസ്സമായി തീരുമെന്ന്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ പല മേഖലയാണ്. യേശു പോലും അതുകൊണ്ടാണ് ആ മീനിൻ്റെ വായിൽ ഒരു നാണയം കാണും, അതുകൊണ്ട് എനിക്ക് നിനക്കും വേണ്ടി കൊടുത്തേക്കാൻ പറഞ്ഞു. എന്താ? നിത്യമഹത്വത്തിൽ എസെക്കിയേൽ കണ്ട മഹത്വത്തിൽ ഇരിക്കേണ്ടവനാണ്. ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ദിവ്യകാരുണ്യമായ ഈശോ നമുക്ക് വേണ്ടി നമ്മളെ നിത്യതയിലേക്ക് നയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈശോയ്ക്ക് ഇന്നത്തെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.